വിഷുവിനോടനുബന്ധിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ഉണ്ണിക്കണ്ണന്റെ പൊന്നരഞ്ഞാണം ഭക്തനായ കുട്ടിക്ക് നൽകിയതിനെ തുടർന്നുള്ള ആ കഥ പറയാം. പണ്ട് ദരിദ്രനായ കൃഷ്ണഭക്തനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഉണ്ണി എന്നാണ് അവനെ എല്ലാവരും വിളിച്ചിരുന്നത്. അവനും കുടുംബവും അമ്പലത്തെ ചുറ്റിപ്പറ്റിയാണ് ജീവിച്ചിരുന്നത്. അവന്റെ അമ്മ ഉണ്ണിക്കണ്ണന്റെ കഥകൾ പറഞ്ഞായിരുന്നു അവനെ ദിവസവും ഉറക്കിയിരുന്നത്. കഥകൾ കേട്ട് അവന്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണനെ കാണണമെന്ന് വലിയ ആശയുണ്ടായി. ഉണ്ണി അച്ഛനോടൊരിക്കൽ ചോദിച്ചു, അച്ഛാ, വിഷുക്കണി കാണാൻ കണ്ണൻ വരുമോ? ഭക്തിയുണ്ടെങ്കിൽ കണ്ണൻ തീർച്ചയായും വരും മോനെ. അച്ഛൻ മറുപടി പറഞ്ഞു. വിഷുക്കാലമായപ്പോൾ നാട്ടിലെമ്പാടും ആഘോഷങ്ങൾ തുടങ്ങി. എല്ലാവരും പുതുവസ്ത്രങ്ങൾ വാങ്ങുകയും വിഷുക്കണി ഒരുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ കുട്ടിയുടെ കുടുംബത്തിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനോ കണിയൊരുക്കാനോ ഉള്ള സാമ്പത്തികമില്ലായിരുന്നു. വിഷുത്തലേന്ന് രാത്രി ഉണ്ണി ശ്രീകൃഷ്ണനെ ധ്യാനിച്ച് ഉറങ്ങാൻ കിടന്നു. അവൻ മനസ്സാ പ്രാർത്ഥിച്ചു, കണ്ണാ, എനിക്ക് കണി കാണാൻ നീ വരണേ. ഉണ്ണിയുടെ ഉള്ളുരുകിയുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് അവനിൽ മനം നിറഞ്ഞ കൃഷ്ണൻ അവന്റെ മുന്നിൽ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അർദ്ധരാത്രിയിൽ ഒരു മനോഹരമായ ശബ്ദം കേട്ട് ഉണ്ണി കണ്ണു തുറന്നു. അവിടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നു. കണ്ണൻ തന്റെ അരയിൽ കെട്ടിയിരുന്ന സ്വർണ്ണ അരഞ്ഞാണം അഴിച്ച് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിനക്കുള്ള വിഷു കൈനീട്ടം. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ തിളങ്ങുന്ന സ്വർണ്ണ അരഞ്ഞാണം. എന്നാൽ അതേസമയം രാവിലെ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി പുലർകാല പൂജകൾക്കായി ശ്രീകോവിൽ തുറന്നപ്പോഴാണ് അക്കാര്യം മനസ്സിലാക്കിയത്. കൃഷ്ണവിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന തിരുവാഭരണം പൊന്നരഞ്ഞാണം കാണാനില്ല. മോഷണം പോയ വാർത്ത നാടറിഞ്ഞു. പൊന്നരഞ്ഞാണം ഉണ്ണിയുടെ പക്കലുണ്ടെന്നറിഞ്ഞ നാട്ടുകാരും ക്ഷേത്രം കാര്യക്കാരും അവിടേക്കെത്തി. അമ്പലത്തിലെ വിഗ്രഹത്തിൽ സ്വർണ്ണ അരഞ്ഞാണമാണതെന്ന് പൂജാരിമാർ പറഞ്ഞു. കുട്ടി അമ്പലത്തിൽ നിന്നും പൊന്നരഞ്ഞാണം മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. ഉണ്ണിയുടെ കയ്യിൽ അത് കണ്ടപ്പോൾ എല്ലാവരും അവനെ കള്ളനെന്ന് വിളിച്ചു. തന്റെ മകൻ ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചെന്ന വാർത്ത താങ്ങാനാവാത്ത അമ്മ അവനെ അടിച്ചു. സങ്കടവും അപമാനവും കൊണ്ട് തളർന്ന ആ അമ്മ കൃഷ്ണൻ ഉണ്ണിക്ക് നൽകിയ പൊന്നരഞ്ഞാണം അവന്റെ കയ്യിൽ നിന്നും വാങ്ങി വലിച്ചെറിഞ്ഞു. പൊന്നരഞ്ഞാണം ചെന്നു വീണത് പൂന്തോട്ടത്തിലെ ഒരു മരക്കൊമ്പിലായിരുന്നു. ആ അരഞ്ഞാണം അവിടെയുള്ള ഒരു കൊന്നമരത്തിൽ തൂങ്ങിക്കിടന്നു. അത്ഭുതമെന്നു പറയട്ടെ, പെട്ടെന്നാ മരം മുഴുവൻ സ്വർണ്ണനിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞു. പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരക്കൊമ്പ് പൂക്കളെക്കൊണ്ട് നിറഞ്ഞു. സ്വർണ്ണമണികൾ പോലെയുള്ള പൂക്കൾ. അങ്ങനെയാണ് കണിക്കൊന്നയുണ്ടായതെന്നാണ് ഐതിഹ്യം.